ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം അവസരങ്ങൾ ലഭിച്ച മറ്റൊരു നേതാവ് ഉണ്ടാകില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഗർഭ ശ്രീമാൻ. നെഹ്റു കുടുംബത്തിൽ ജനിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഭാവി പ്രധാനമന്ത്രിയായി വാഴ്ത്തപ്പെട്ടയാൾ. ജനാധിപത്യത്തെക്കുറിച്ച് ഇന്ന് വാതോരാതെ ക്ലാസുകൾ നയിക്കുന്ന പല മാധ്യമ പ്രവർത്തകരും രാഹുൽ ഭക്തി മൂത്ത് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് രാജകുമാരൻ എന്നായിരുന്നു അത്രേ. മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള ഒട്ടുമിക്ക പത്രങ്ങളും രാഹുൽ ഗാന്ധി കഴിച്ച പഴംപൊരിയുടെയും കപ്പയുടെയും കഥകൾ എഴുതി പിടിപ്പിക്കാൻ പേജുകൾ തന്നെ മാറ്റിവെച്ചു. ഇന്ന് അയാൾ പിടിച്ചു നിൽക്കാനുള്ള ഓട്ടത്തിലാണ്. കോൺഗ്രസ് പാർട്ടി കുടുംബ സ്വത്തെന്ന് കരുതി പോന്നിരുന്ന അമേഠിയിൽ നിന്നും ശ്രീമതി സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി. അവിടെ നിന്നും കിലോമീറ്ററുകൾ ഓടി ഇങ്ങ് തെക്ക് കേരളത്തിൽ വന്ന് മത്സരിച്ചു. ഒരു വട്ടം കൂടി അമേഠിയിൽ മത്സരിക്കാൻ ധൈര്യമില്ലാതെ അദ്ദേഹം ഇന്നിപ്പോൾ റായ്ബറേലി എന്ന സുരക്ഷിത മണ്ഡലത്തിലേക്ക് അടുത്ത ഓട്ടം തുടങ്ങിയിരിക്കുകയാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ എത്രയൊക്കെ മഹത്വവൽക്കരിച്ചാലും ഇന്ത്യയിൽ കുടുംബാധിപത്യം തകരുക തന്നെ ചെയ്യും.